ഹലോ എവ്രിവൺ. വായനാശീലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് തരുന്ന ഒരു കാര്യമാണ് അല്ലെ. നല്ല ശീലങ്ങളിൽ പെടുന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെയും ബുക്കുകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ. പക്ഷെ ഇന്ന് നമ്മുടെ വായന കൂടുതലും ഫോണുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഫോണുകളിൽ നോക്കി നമുക്ക് ഇന്ന് ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും ഫോണിൽ കിട്ടും. ആ ഒരു സോഫ്റ്റ് കോപ്പി വായിക്കുന്നതാണോ അതോ ബുക്കുകളായിട്ട് വായിക്കുന്നതാണോ ഏറ്റവും നല്ലത്? അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് കൂടുതൽ നമ്മൾ ഈ ഫോണുകളിൽ നോക്കി സെയിം കാര്യം തന്നെയായിരിക്കും നമ്മൾ വായിക്കുന്നത്, പക്ഷെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോഴാണ്. നേരെ മറിച്ച് മൊബൈലിൽ നമ്മൾ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് മറക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരു ബുക്ക് എടുത്താണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അത് മറന്നു പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അവിടെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും ഒക്കെയും ബുക്കുകൾ വായിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നോക്കി നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളുടെ കണ്ണുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാഴ്ചയ്ക്ക് പ്രശ്നം, അതുപോലെ തന്നെ തലവേദന പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. നേരെ മറിച്ച് ബുക്കുകളാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബുക്കുകളിൽ നിന്നൊരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒരു ഗ്രാഹ്യം, ഒരു ധാരണയൊക്കെ ലഭിക്കാനായിട്ട് ബുക്കുകൾ വായിക്കുമ്പോൾ സാധിക്കും. ആ ഒരു കഴിവ് നമുക്ക് ഒരിക്കലും നമ്മൾ സ്ക്രീനിൽ നോക്കി വായിക്കുമ്പോൾ കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോഴാണ് നമ്മളുടെ ശ്രദ്ധ കൂടുതൽ നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റൽ വായനയിലാണ് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പലപ്പോഴും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബുക്കുകളിൽ നിന്നാണ് നമ്മൾ ഒരു കാര്യം വായിക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ നൽകും അല്ലെ. അതിൽ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്ന പല ആശയങ്ങളും നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി ഒരു കാര്യം എടുക്കണമെങ്കിൽ നമ്മൾ ബുക്കുകൾ തന്നെ വായിക്കണം. ആ ഒരു അനുഭവം ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ വായനയിലൂടെ ലഭിക്കുകയില്ല. ഡിജിറ്റൽ വായനയുടെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. നമ്മൾ ഡിജിറ്റൽ വായന നടത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തെ ബാധിക്കും. അതോടൊപ്പം ഒരു വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. നമ്മുടെ ഉറക്കത്തെ അത് സാരമായി ബാധിക്കും. ഈ പറയുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുക്കുകൾ നമ്മൾ കയ്യിൽ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബുക്കുകൾ തന്നെ വായിക്കണം. കാരണം ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശയങ്ങൾ അല്ല എങ്കിൽ നമ്മളുടെ വൈകാരികമായും ബുദ്ധിപരമായിട്ട് ഉണ്ടാകുന്ന പുരോഗതി ഒന്നും തന്നെ നമുക്ക് ഡിജിറ്റൽ വായനയിലൂടെ പൂർണ്ണമായിട്ട് ലഭിക്കില്ല എന്ന് പറയാം. നമുക്ക് തന്നെ അറിയാം, ബുക്കുകൾ വായിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പ്രത്യേകിച്ചും അതിലെ കഥാപാത്രങ്ങളോടൊക്കെയും നമുക്ക് ഒരുപാട് ഇണങ്ങിച്ചേരാനും അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ബുക്കുകളുടെ വായനയിലൂടെ സാധിക്കും. എന്നാൽ ഈ പറയുന്ന ഒരു കാര്യവും തന്നെ നമുക്ക് ഒരു ഡിജിറ്റൽ വായനയിലൂടെ ആ ഒരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഉള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ബുക്കുകൾ എടുക്കണം, വായിക്കണം, അതിന് സമയം കിട്ടുകയില്ല. മൊബൈലാണ് എപ്പോഴും നമ്മുടെ കൈകളിലുണ്ട്, അപ്പൊ വായിച്ചേക്കാം എന്ന് കരുതുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ലഭിക്കേണ്ട ഒരു മേഖലയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്കുകൾ എടുത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നമ്മളിൽ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, പ്രത്യേകിച്ചും ബുക്കുകളോടൊക്കെ നമുക്കൊരു സ്നേഹം ഉണ്ടാക്കി എടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു നമ്മളുടെ കൂടുതൽ അറിവ് മെച്ചപ്പെടുത്താനും കൂടുതൽ ഒരു ബന്ധം പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും ഒക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ബുക്കുകൾ വായിക്കുക തന്നെ വേണം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.